ഇപ്പം എന്താ ചൂടല്ലേ. കുറച്ച് ദിവസം മുമ്പായിട്ട് ഒരു ഞായറാഴ്ച വൈകുന്നേരം നല്ല കാറ്റും ഇടിമിന്നലും പിന്നെ അതുപോലെ തന്നെ നല്ല പൊരിഞ്ഞ മഴയായിട്ട് അന്നത്തെ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഇപ്പോൾ ബാക്ക് വശമാണ് കേട്ടോ ഇത്, പുറകുവശമാണേ. അപ്പോൾ ഞങ്ങളുടെ വീടിനോട് ചേർന്നിട്ടൊരു മാവുണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ തൂങ്ങിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. നല്ല കാറ്റാണ്. കുറേ ദിവസമായി മഴയൊക്കെ പെയ്തിട്ട്. അപ്പോൾ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും മണ്ണൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ട് ആ ഒരു മണ്ണിൻ്റെ മണമില്ലേ, ആ മണമൊക്കെ നമ്മൾ ശരിക്കും അറിഞ്ഞിട്ടോ. കാരണം എന്താണ്, ഒരു പെട്ടെന്ന് കുറേ ഭയങ്കര ചൂടായിട്ടിരുന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മഴ പെയ്യുമ്പോൾ ഉണ്ടല്ലോ, അന്നത്തെ ദിവസമൊക്കെ ശരിക്കും കിടന്ന് ഉറങ്ങിയെന്ന് വേണം പറയാൻ. കാരണം അത്രക്ക് എന്താണ് നല്ല തണുപ്പായിരുന്നു. അല്ലാണ്ട് നമ്മൾ ഫാനായിട്ടും ഇട്ടിട്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നമുക്ക് എന്താണ് അത്രക്ക് ചൂടെന്ന് പറയാൻ പറ്റില്ല, അത് പൊള്ളലെന്ന് ആവിപ്പെന്നൊക്കെ വേണം പറയാനായിട്ട്. ഈ മഴയുടെ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിനൊരു ആശ്വാസമായി. പക്ഷേ മനസ്സിന് ആശ്വാസമൊക്കെ എങ്കിലും പിറ്റേ ദിവസം രാവിലത്തെ പത്രത്തിൽ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി നീങ്ങി ഒരു ആലുവ സൈഡ് ഭാഗത്തൊക്കെ റോഡ് സൈഡിലൊക്കെ വലിയ മരങ്ങളൊക്കെ കടപുഴകി വീണതും, പിന്നെന്താണ് കെട്ടിടങ്ങൾ, അതായത് ഈ റോഡ് സൈഡിൽ നിൽക്കണ ഈ കടകളിലോട്ടൊക്കെ ഈ മരങ്ങളൊക്കെ വീണിട്ട് ആ കടകളൊക്കെ നശിച്ചേക്കണതും അതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സങ്കടമായിട്ടോ. കാരണം ഒത്തിരി പേരുടെ ഉപജീവന മാർഗങ്ങളും വീടുകളൊക്കെ നശിച്ചെന്ന് കണ്ടപ്പോഴത്തേക്കും ഒത്തിരി സങ്കടമായി. മഴ ഒത്തിരി നാൾ കൂടി വന്ന മഴ കാരണം നമ്മൾ ഒത്തിരി ആശ്വസിച്ചു. പക്ഷേ പിറ്റേ ദിവസത്തെ രാവിലത്തെ പത്രത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ കുറേ വാർത്തകളൊക്കെ കണ്ടപ്പോഴത്തേക്കും അതൊരു ഒരു സങ്കടത്തിന് കാരണം തന്നെയായി. അപ്പോൾ മഴയൊക്കെ പെയ്തിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു കാരക്കമരം ഉണ്ട് കേട്ടോ. ആ കാരക്കമരത്തിൻ്റെ മിക്ക കൊമ്പുകളും നമ്മുടെ ഇങ്ങോട്ട് മുറ്റത്തോട്ടാണ് നിൽക്കണം. അപ്പോൾ മഴയത്തും കാറ്റത്തൊക്കെ അതേ ഒത്തിരി കാരക്കയൊക്കെ അവിടെ ഇവിടെയൊക്കെ വീണ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ എടുത്തേക്കണ ഒരു വ്യൂ ആണ്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് മഴയൊക്കെ പെയ്തേക്കണം. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു തണുപ്പും ഇതുമൊക്കെ ഈ ഒരു ദിവസം പിറ്റേ ദിവസവും മഴ ഉണ്ടായിട്ടാ. പിറ്റേ ദിവസം അത്ര വലിയ കാര്യമായിട്ട് ഉണ്ടായില്ലെങ്കിലും ഇതിൻ്റെ അത്ര ഇല്ലെങ്കിലും മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 2 ദിവസം നമുക്ക് അത്യാവശ്യം നല്ലൊരു ചൂടിന് കുറച്ച് ആശ്വാസം കിട്ടിയെന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ ബാക്ക് വശത്തെ വ്യൂ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബാക്ക് വശത്തിനോട് ചേർന്നിട്ട് നമ്മുടെ വീടിനോട് ചേർന്ന് ഒരു മാവ് നിൽപ്പുണ്ട്. മാവിൽ കുറച്ച് മാങ്ങയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടൊക്കെ തൂങ്ങിക്കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ പറമ്പിൽ കുറേ തെങ്ങും തോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ കാറ്റത്ത് കിടന്ന് ആടണേന് നീങ്ങി കാണുന്നത്. അപ്പോൾ ആദ്യം നല്ല കാറ്റായിരുന്നു കേട്ടോ. കാറ്റ് അങ്ങോട്ട് വന്നു കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് മഴ പെയ്ത് തുടങ്ങിയതാണ്. നല്ല തകൃതിയായിട്ട് തന്നെയാണ് മഴ പെയ്തത്. ഒരു മണിക്കൂറിൽ മേലെ ഉണ്ടായിരുന്നു കേട്ടോ ആ മഴ ഭയങ്കരമായിട്ട്. അപ്പോൾ ഈ കാരക്കയൊക്കെ നമ്മളന്ന് ഈ മഴ പെയ്തല്ലോ, അപ്പോൾ വീണതും പിന്നെ ഓരോ ദിവസങ്ങളായിട്ടൊക്കെ വീഴുമ്പോഴത്തേക്കും ഞാനും മക്കളൊക്കെ കൂടി പെറുക്കി വെക്കണതാണ് കേട്ടോ. അപ്പോൾ മക്കളോട് ഞാൻ പറയും ഒന്നില്ലെങ്കിൽ അച്ചാറിടുക, അല്ലെങ്കിൽ നമുക്ക് ഉപ്പിലിട്ട് വെക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാട്ടോ എന്ന് പറയും കേട്ടോ. കാരക്ക കിട്ടുമ്പോൾ തന്നെ നമ്മൾ നെക്കിയൊക്കെ നോക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ നഗരിൻ്റെയൊക്കെ അല്ലെങ്കിൽ കയ്യിലേക്ക് പാടുകളാണ് കേട്ടോ ഈ കാരക്കയിലൊക്കെ നമ്മൾ കാണുന്നപ്പോൾ ഞാനിതൊന്ന് ഇങ്ങനെ ഉപ്പും പിന്നെ അതുപോലെ പുളിയും എരിവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് പയ്യെ കത്തി കൊണ്ടിട്ടൊന്നും ഇങ്ങനെ പോറലുണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 ഇല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഒന്ന് കീറി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ചില്ലിൻ്റെ ഈ ഇത് ഇടാൻ പറ്റിയ പാത്രമില്ല കേട്ടോ. ഉള്ളത് ചെറുതാണ്. അതിലാണെങ്കിൽ നമ്മുടെ കാരക്ക ഇട്ടൊന്നും അതിനകത്തോട്ട് തികയുമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇത്രയും കൂടി വലിയ പാത്രമാണ് എടുത്തേക്കണത്. പ്ലാസ്റ്റിക്കിൻ്റെയാണ്, എന്നാൽ ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ വരഞ്ഞൊക്കെ കൊടുത്ത് അങ്ങനെ ഇടണേന് കേട്ടോ. കാരക്കട ഇത് പറയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ വീട് ചേരാനല്ലൂരാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ആയിട്ട് ഒരു രാധ ചേച്ചി ഉണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ രാധ ചേച്ചി. ഇപ്പോൾ രാധ ചേച്ചിയുടെ വീട്ടിൽ ഇഷ്ടംമാതിരി കാരക്കയുണ്ട്, വലിയ കാരക്കമരമാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ വെളുപ്പിനെ തന്നെ കാരക്കയൊക്കെ പെറുക്കാൻ വേണ്ടി പോകും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇതേപോലെ തന്നെ ഞങ്ങളെ പോലെ തന്നെ കുറേ
എന്താണ് കൊച്ചുങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ വെളുപ്പിനൊക്കെ പോയി ചിലപ്പോൾ ഒരു ദിവസം ഒരാൾക്ക് കിട്ടും, ചിലപ്പോൾ ഒരു ദിവസം ഇന്നിപ്പോൾ പോയാൽ നാളെ ആ സമയത്ത് തന്നെ പോകണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. ഈ ഇതുപോലെ കാറ്റും മഴയൊക്കെ ഉള്ള ദിവസങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കിട്ടും കേട്ടോ കാരക്കയൊക്കെ. അപ്പോൾ കാറ്റത്ത് മഴയത്തൊക്കെ ഇഷ്ടംമാതിരി വന്ന് കിടക്കുമല്ലോ. പിന്നെ ചെടിച്ചട്ടിയുടെയൊക്കെ ഇടയിൽ കൂടെയൊക്കെ വേണം പോകാൻ. അപ്പോഴും പേടിയുണ്ട് കേട്ടോ, കാരണം ചെടിച്ചട്ടിയുടെ ഇടയിൽ കൂടെയൊക്കെ പോകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പാമ്പ് എന്തെങ്കിലുമൊക്കെ വല്ല ഇരിപ്പുണ്ടാവും. എന്നാലും പേടിച്ചിട്ട് കാരക്ക പെറുക്കണമല്ലോ എന്നുള്ള ഒരു ജ്വരത്തിൽ അങ്ങോട്ട് പോകും കേട്ടോ. ചില സമയത്തൊക്കെ പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ പേടിയാവും. അപ്പോൾ എന്താണ് ഡാഡിനെയൊക്കെ കൂട്ട് വിളിച്ചിട്ടൊക്കെയാണ് അവിടെ വഴി വരെ കൊണ്ടുവന്ന് ആക്കി തരാൻ പറയും. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വഴിയുടെ അവിടെ നിന്ന് കുറച്ച് ഇത്തിരി നീങ്ങിയാൽ മതി ഈ രാജ്യത്തിൽ വീടിന്. അപ്പോൾ അന്നൊന്നും ഗേറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു നാട്ടും പ്രദേശമാണ് കേട്ടോ ചേരാനെല്ലൂർ നമ്മുടെ അവിടെ. അപ്പം പിന്നീട് ഇപ്പോഴൊക്കെ ഗേറ്റും ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാരക്കയൊക്കെ പെറുക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയാണ്. സ്കേർട്ടും പാവാടയും ഇതൊക്കെ അങ്ങനെയൊക്കെയാണ്. അപ്പം ചിലപ്പോൾ പാവാടയിലൊക്കെ ആയിരിക്കും കാരക്കയൊക്കെ പെറുക്കിക്കൊണ്ടുതന്നെ കേട്ടോ. ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ കാരക്കയൊക്കെ പെറുക്കാൻ വേണ്ടി പോയിട്ടുണ്ടോ? ഉണ്ടെന്നുള്ളവരെ ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. കാരക്കയൊക്കെ അതുപോലെ തന്നെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ്, കഴിച്ചിട്ടുള്ളവരാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ മക്കൾക്കാണെങ്കിൽ കാരക്കയൊക്കെ എന്താണ് കാരക്കയെന്ന് അറിയാൻ പാടില്ലാത്ത മക്കൾ വരെ ഉണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ നമ്മൾ കഴിച്ച രുചികളൊക്കെ നമ്മുടെ മക്കൾക്കും കൂടി ഒന്ന് കിട്ടിയെങ്കിൽ വളരെ നല്ല കാര്യമല്ലേ അതൊക്കെ. അങ്ങനെ ഞാൻ പറയണതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പണി അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. ഇത് കുറച്ച് കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നമ്മുടെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ വേണമല്ലോ നമുക്ക് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഒരു പഴയ കാലത്തിൽ ഞാൻ വെള്ളം വെട്ടി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ആക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആറാൻ വേണ്ടി വെച്ചേക്കണേണേ. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ കാരക്ക തിരിഞ്ഞ് മാറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നമ്മൾ ഉള്ള കാരക്ക എല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പച്ചയാണ് ഇപ്പോൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് മാറ്റുന്നത് കേട്ടോ. അതിനകത്ത് കൈകൊണ്ട് ഇങ്ങനെ നെക്കി നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ പളങ്ങണ കാരക്കയൊക്കെ ഇങ്ങനെ ഒന്ന് പ്രസ്സാവുമല്ലോ, അതാണ് പളങ്ങണയെന്ന് പറയുന്നത് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ അങ്ങനെ പറയണേ. അപ്പോൾ അങ്ങനത്തെ കാരക്കയൊക്കെ ഞാൻ ഒരു കറിപ്പാത്രത്തിൽ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വല്ല ഇടക്കും വിലക്കൊക്കെ നമുക്ക് തിന്നാമല്ലോ. അപ്പോൾ അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പഴുത്തത് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ തന്നെയാണ്. പെട്ടെന്ന് കലങ്ങിപ്പോവും അങ്ങാട്. അത് ഞാൻ മുമ്പേ അങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടിട്ട് ഞാൻ പച്ചപ്പ് ഇതുള്ളത് മാത്രമാണ് അങ്ങനെ ഇട്ടിട്ടുള്ളത്. പഴുത്തത് നമുക്ക് തിന്നാമല്ലോ. അപ്പോൾ കുറച്ച് പുളിയും പിന്നെ കാരക്കടയുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റും ഇപ്പം തന്നെ അത് പറഞ്ഞിട്ട് വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു മറക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞു വന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരക്കടയൊക്കെ ഇത്. പിന്നെ അതുപോലെ മാങ്ങ ഉപ്പിലിട്ടത്, പിന്നെ അതുപോലെ തന്നെ മുളക് പൊടിയും പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും ഒക്കെ ഇട്ടിട്ട് തിരുമ്മിയിട്ട് തിന്നണത്, അതൊക്കെ ഒരു ഇത് അല്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ എല്ലാ കാരക്കേനെയും വരഞ്ഞിട്ട് നമ്മുടെ ആ ടിന്നിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. കാന്താരി മുളക് എൻ്റെ കയ്യിലില്ല കേട്ടോ, അതുകൊണ്ട് 4 പച്ചമുളക് എടുത്തേക്കണത്. അത് കീറിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഇട്ടേക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഉപ്പിലിട്ട് വെക്കാം. നിങ്ങൾ ഉപ്പിലിടണ പോലെയാണോ ഞാൻ ഉപ്പിലിടണമെന്ന് എനിക്ക് അറിഞ്ഞൂല കേട്ടോ. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ആണ് ഇടണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരഞ്ഞ കാരക്കയിലോട്ട് നമ്മൾ 4 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ കാരക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തോരം കാരക്ക ഉണ്ടോ അതനുസരിച്ചിട്ട് ഒരു കൈയളവിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിലവരിങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇട്ട് കൊടുക്കണ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയല്ല, ഒറ്റയടിക്കായിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ കള്ളും ചൊറുക്കയാണ് കേട്ടോ. നമ്മുടെ മിക്ക വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടില്ലേ, മീൻ കറിയിലാണെങ്കിലും നമ്മുടെ ബിന്ദാലു കറിയിലാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഒരു ചേട്ടൻ നമുക്ക് കൊണ്ടുവന്ന് തരാറുള്ളതാണ്. അപ്പോൾ കള്ളും ചൊറുക്കയാണ്. കള്ളും ചൊറുക്ക നമുക്ക് അധികം അങ്ങനെ ഒഴിക്കേണ്ട, ആവശ്യത്തിന് കുറച്ച് മതി, കാരണം അതിനകത്ത് അത്യാവശ്യം പുളിയുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള തിളപ്പിച്ചാറിയ വെള്ളവും കൂടി നമുക്ക് ഇതിനകത്ത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ കാരക്കയൊക്കെ ഒന്ന് മുങ്ങി കിടക്കണേ. അപ്പോൾ അത്രയും തിളപ്പിച്ചാറിയ വെള്ളവും കൂടി നമുക്കൊന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
ഇതിപ്പോൾ തന്നെ കഴിക്കാൻ തോന്നും, പക്ഷേ എന്താണ് ക്ഷമിച്ചിരിക്കണം കേട്ടോ. എനിക്ക് ഇത്തിരി ക്ഷമയൊക്കെ കുറവാണെങ്കിലും പക്ഷേ നമുക്കത് എന്താണ് ക്ഷമിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഞാനത് പച്ചക്കറിയൊക്കെ ഉടഞ്ഞു പോകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ നമ്മുടെ മരത്തവിയുടെ അടി കൊണ്ടിട്ട് ഞാനൊന്ന് മൊത്തത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്കിട്ടല്ലല്ല ഓരോന്ന് ചെയ്ത് കൊടുക്കും, ഒരുമിച്ചല്ലേ. അപ്പോൾ മൊത്തത്തിലൊന്ന് ഇതാകാൻ വേണ്ടിയിട്ട് നമ്മൾ മരത്തവിയുടെ കയ്യിലിൻ്റെ അടി കൊണ്ടിട്ട് ഞാനൊന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പും പിന്നെ അതുപോലെ പുളിയൊക്കെ കറക്റ്റാണെന്ന് നോക്കണേ. എരിവ് നമുക്കിപ്പോൾ അറിയാൻ പറ്റില്ല, ഒരു 4 ദിവസമെങ്കിലും കഴിയണം, എന്നാലും നമുക്ക് ആ എരിവൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് അടപ്പ് നന്നായിട്ട് മൂടിയിട്ട് ഇങ്ങനെ 2 വശവും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാനിത് എൻ്റെ അമ്മ എൻ്റെ മമ്മി വീട്ടിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കണം. അപ്പോൾ എല്ലായിടത്തോട്ടും അതാകും എന്നുള്ള ഇതിൽ അതാണ് ഞാൻ അങ്ങനെ കാണിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാരക്ക ഉപ്പിലിട്ടത്. അപ്പോൾ ഞാനിപ്പോൾ വെച്ചേക്കണേണ്, ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാം കേട്ടോ. അപ്പോൾ കൊച്ചുമക്കളൊക്കെ കാണാണ്ടൊക്കെ എടുത്ത് വെക്കണേ. ഇത് എൻ്റെ മമ്മി നമ്മുടെ ചക്കയില്ലേ, ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കിയതും പിന്നെ അതുപോലെ തന്നെ നല്ല മാങ്ങ അച്ചാറും, നല്ല എണ്ണയിലൊക്കെ ഇട്ട് വെച്ച് നല്ല മാങ്ങ അച്ചാറും കൂടി കൊടുത്തു വിട്ടാണ്, അനിയൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടാണ്. അപ്പോൾ ഓക്കെ, ബൈ.